ചില ജന്മങ്ങളുണ്ട്. പൂമുട്ടുപോലെ വിടർന്നു വരുന്നു, അഴകു ചൊരിയുന്നു, മണം വീശി തുടങ്ങുന്നു, പെട്ടെന്ന് സ്വയം പിച്ചിയെറിയുന്നു വെറും മണ്ണിലേക്ക്. കാരണമെന്തെന്ന് അറിയില്ല, ആർക്കും അത് ഗണിച്ചെടുക്കാനുമാവില്ല. നന്ദിത എന്ന പെൺകുട്ടിയും അങ്ങനെ ഓടിച്ചെന്ന് മൃത്യുവിൻ്റെ കരം പിടിച്ചവളാണ്. സ്വയം കെടുത്തിക്കളയും മുൻപ് അവളുടെ മനസ്സിലും ഒട്ടേറെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു. തിളങ്ങുന്നവ, അവൾക്ക് മാത്രം സ്വന്തമായവ. നന്ദിത, തൂലികാഗ്രത്തിൽ അഗ്നി വഹിച്ച പെൺകുട്ടി. നന്ദിതയുടെ കവിതകൾ അസാധാരണമായ സംവേദന ശക്തിയുള്ള കവി മനസ്സിനെ അനാവൃതമാക്കുന്നു. അസാധാരണ വൈകാരിക തീവ്രതയുള്ള വ്യക്തി മനസ്സിനെയും. നന്ദിതയുടെ കവിതകളിൽ നിന്ന് സപ്തസ്വരങ്ങളുതിരുന്ന അക്ഷരങ്ങൾ ഒരു ചന്ദനച്ചിപ്പിലൊതുക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചു. ജന്മങ്ങളുടെ വേദന പേറുന്ന ചന്ദനത്തിലെ വിള്ളലുകൾ കാണാതിരിക്കാൻ ഞാൻ കണ്ണുകളടച്ചു. വിതുമ്പലുകൾ കേൾക്കാതിരിക്കാൻ കാതുകൾ പൊത്തി. നൊമ്പരം എൻ്റെ വിരലുകളിലൂടെ പടരാതിരിക്കാൻ ഞാനവ അറുത്തുമാറ്റി. നിശ്വാസങ്ങൾ വാൽമീകമായി നിപ്പൊതിയുന്നു. യുഗങ്ങളിൽ സന്ധ്യ തുടിക്കവേ ഓംകാരമായി സ്ഫുരിക്കുന്നു. ഇനി നിനക്ക് കടന്നു വരാം, നേർത്ത വിരലുകൾ കൊണ്ട് ആത്മാവിനെ തൊട്ടുണർത്താൻ. ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു സ്വപ്നം പോലെ ഇനി നിനക്ക് കടന്നു വരാം.